Hi, it's me, Abhishankar SG, and welcome to Daily News Analysis. Let's look on to today's important news. First one is in issuing AI advisory MeitY becomes a dating. Your article and the article critiques the Ministry of Electronics and Information Technology. അതിനെ ചുരുക്കി വിളിക്കുന്നതാണ് MEITY എന്ന് വിളിക്കുന്നത്. For its recent advisory on regulating generative artificial intelligence. അപ്പൊ പുതിയതായിട്ട് ഒരു അഡ്വൈസറി ഉണ്ടായിരുന്നു റീസെന്റ് ആയിട്ട്. എന്തിനു വേണ്ടിയാണ്? ജനറേറ്റീവ് AI അല്ലെങ്കിൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വൈസറി മാർച്ച് 1, 2024 MEITY മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദ ലാക്ക് ഓഫ് ലീഗൽ ക്ലാരിറ്റി ആൻഡ് അതോറിറ്റി ബിഹൈൻഡ് സച്ച് അഡ്വൈസറീസ് ഹൈലൈറ്റിംഗ് MEITY's ടെൻഡൻസി ടു ഇഷ്യൂ വെയ്ഗ് ഡയറക്റ്റീവ്സ് വിതൗട്ട് ക്ലിയർ പെനാലിറ്റീസ്. കൃത്യമായിട്ട് പെനാലിറ്റീസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വളരെയധികം വീക്ക് ആയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മാറിയത്. The article notes a pattern of hurried policy making in response to media events with previous advisories prompted by viral videos and social media posts. The lack of transparency in these advisories, along with undefined terms and selective distribution, adds to the confusion. ഇതിനകത്ത് ഒത്തിരി ടേംസും അൺഡിഫൈൻഡ് ആയിരുന്നു. ഇപ്പം അഡ്വൈസറി എന്ന് പറഞ്ഞാൽ പോലും അതിൽ അവര് ഇതിനകത്ത് തന്നെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഇത് വെറും ഒരു അഡ്വൈസ് പോലെ ആയിട്ട് മാറിപ്പോയി. ഡിക്ഷണറി മീനിങ്ങിന് സിമിലർ ആണ് അഡ്വൈസ് എന്ന് പറയുന്നത്. അഡ്വൈസിന്റെ ഡിക്ഷണറി മീനിങ്ങിനോട് സിമിലർ ആണ്. കൃത്യമായിട്ട് പെനാൽറ്റീസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല ടേംസ് മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ട് തെറ്റായിട്ട് മിസ്പ്രൊണൗൺസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ തെറ്റായിട്ട് ഗ്രാമർ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇന്റർനെറ്റ് എന്നൊരു പദം വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ അഡ്വൈസറിക്കകത്ത് ഉണ്ടായിരുന്നു. The article argues that MEITY's approach reflects a decline in administrative standards and increasing reliance on social media and press coverage over deliberative policy making process. അപ്പൊ കൂടുതലായിട്ട് റിലേ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഇങ്ങനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ എന്നൊക്കെയാണെന്നാണ് പറയുന്നത്. അതിന്റെ മോശം വശങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. Despite criticism, the ministry seems resistant to change, maintaining its stance with a mix of defense and ambiguity. Overall, the article suggests a shift towards digital authoritarianism and urges for more robust scrutiny and accountability in technology regulation. വെറുതെ അങ്ങ് റെഗുലേറ്റ് ചെയ്യാതെ കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ട് കൂടുതൽ റോബസ്റ്റ് ആയിട്ട് സ്ക്രൂട്ടനി ഒക്കെ നടത്തി കൃത്യമായ പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് പുതിയ അഡ്വൈസറീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ വേണം റെഗുലേറ്റ് ചെയ്യാൻ എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഭൂട്ടാൻസ് ഓപ്പണിംഗ് മൂവ് ഇറ്റ്സ് ഗെലഫു ഗാംബിറ്റ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഈ ആർട്ടിക്കിളിൽ പറയുന്ന പുതിയതായിട്ട് ഭൂട്ടാൻ ഗൾഫ് മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറഞ്ഞ ഒരു റീജിയണൽ എക്കണോമിക് ഹബ്ബായിട്ട് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. നമ്മുടെ ഇപ്പം സൗദിയിലൊക്കെ നിയോം സിറ്റി അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലെ നുസാന്തരയൊക്കെ പോലത്തെ ഒരു സിറ്റി. അപ്പം ഈ പ്രോജക്റ്റ് എയിം ചെയ്യുന്നത് ഇറ്റ്സ് എയിം ടു ക്രിയേറ്റ് എ കാർബൺ ന്യൂട്രൽ സിറ്റി വിത്ത് എ ഫോക്കസ് ഓൺ നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് IT, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. അപ്പം ഈ ഗൾഫ് മൈൻഡ്ഫുൾനെസ് സിറ്റിക്കകത്ത് വരുന്ന എന്തൊക്കെയാണ് ഈ തരത്തിലുള്ള കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഇവിടെ ഡെവലപ്പ് ആയിട്ട് വരുന്നത്. ഇറ്റ് എൻവിഷൻഡ് ആസ് എ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് സോൺ വിത്ത് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ലോസ്. അവിടെ വരുന്ന ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ലോസ് ആയിരിക്കും. ആൻഡ് സിക്സ് ടു പൊസിഷൻ ഇറ്റ് സെൽഫ് ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഹബ് ഇൻ ദ റീജിയൻ. കുറെ ചലഞ്ചസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ചലഞ്ചസ് ഇത് പറയുന്നത്? ഇത് ഡെവലപ്പ് ചെയ്ത് വരും ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. മൺസൂൺ ഫ്ലഡിങ് ഉണ്ടാകാം. പിന്നെ വൈൽഡ് ലൈഫ് പോപ്പുലേഷൻസിനെയൊക്കെ എഫക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. നമ്മുടെ സെക്യൂരിറ്റി കൺസേൺസ് ഡ്യൂ ടു പാസ്റ്റ് ഇൻസർജൻസീസ് അങ്ങനത്തെ കാര്യങ്ങൾ കോൺഫ്ലിക്ട്സും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഒരു ചലഞ്ച് ആണെന്നാണ് പറയുന്നത്. അത് നീഡ് ടു ബി അഡ്രസ്ഡ് എന്നും കൂടിയാണ് പറയുന്നത്. ഫോർ ഭൂട്ടാൻ ദ പ്രൊജക്ട് ഈസ് ക്രൂഷ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത്, tourism expansion and geopolitical considerations, including negotiations with China over border issues. അപ്പം കൂടുതലായിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രൂഷ്യൽ ആവുന്നത്? അവരുടെ എക്കണോമിക് ഗ്രോത്തിനെ ക്രൂഷ്യൽ ആണ്. നമുക്കറിയാം ഭൂട്ടാൻ എന്ന് പറയുന്നത് ചെറിയൊരു നമ്മുടെ നെയ്ബറിംഗ് രാജ്യമാണ്. അപ്പം അവരുടെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൂറിസം വഴിയൊക്കെയാണ്. നമുക്കറിയാം ഭൂട്ടാനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ
വൻ ഒരു തുക ടാക്സ് ആയിട്ടൊക്കെ പേ ചെയ്യണം ഓരോ ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നതിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. കാരണം എന്തുകൊണ്ട് അവിടെ കൂടുതലായിട്ട് അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ആ ഭൂട്ടാൻ എന്ന രാജ്യത്തിനെ അവർ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യരൊക്കെയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം ഇവിടെ കിടക്കുന്ന വണ്ടികളൊന്നും പരമാവധി ഹോൺ പോലും മുഴക്കില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ ക്ലീൻ സിറ്റിയാണ്. പിന്നെ അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ഭൂട്ടാന്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. സോ ഈ പ്രോജക്റ്റും അവർക്കൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്. ചൈനയായിട്ടും നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പം നെഗോസിയേഷൻസ് വിത്ത് ചൈന ഓവർ ബോർഡർ ഇഷ്യൂസ് അതിനും ഭൂട്ടാൻ ഒരു സെന്റർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സപ്പോർട്ട് ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ ദ പ്രോജക്റ്റ് ആർ വൈറ്റൽ. നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ സപ്പോർട്ടും ഇൻവോൾവ്മെന്റ് ഒക്കെ ഈ പ്രോജക്റ്റ് വൈറ്റൽ ആണ്. കാരണം ഭൂട്ടാൻ ചുറ്റുമുള്ളവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെയ്ബറിംഗ് കൺട്രീസിനെ, ഇപ്പൊ ഇന്ത്യ, ചൈന. ഓക്കെ, given its strategic relationship with Bhutan and shared interest in regional connectivity. നമുക്കറിയാം ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറെ അധികം ഷെയർഡ് ഇൻട്രസ്റ്റ് ഈ റീജിയനിൽ നമുക്ക് റീജിയണൽ കണക്ടിവിറ്റിയുടെ കാര്യങ്ങളിലൊക്കെ നമ്മളെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ട് ഭൂട്ടാനുമായിട്ട്. പിന്നെ അതുപോലെ BBI നെറ്റ്വർക്ക് ഉണ്ട്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ റോഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമുക്കറിയാം ഒത്തിരി ഡെവലപ്മെന്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭൂട്ടാൻ. While the project faces significant challenges, it presents an opportunity for regional transformation and closer cooperation between Bhutan and India. Additionally, it underscores the importance of regional connectivity initiatives amidst geopolitical tensions and global uncertainties. ഇനി അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, വൈ ഗവൺമെന്റ്സ് ആർ സീയിങ് ട്രെൻഡ് ഓൺ റോഡമിൻ ബി ഇൻ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞത്. റോഡമിൻ ബി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം എന്തുകൊണ്ട് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ നേരത്തെ ബാൻ ചെയ്തിരുന്നു റോഡമിൻ ബി. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കർണാടകയിലും റോഡമിൻ ബി എന്ന കെമിക്കൽ ബാൻ ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് അവര് അത് ഒരു ഫുഡ് കളറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യണം. നമുക്കറിയാം മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയനകത്തൊക്കെ വളരെ റെഡിഷ് കളർ കിട്ടാൻ വേണ്ടി എന്താണ് ഈ റോഡമിൻ ബി ആണ് അവരെ ആഡ് ചെയ്തിരിക്കുന്നത്. റോഡമിൻ എന്ന് പറയുമ്പോൾ തന്നെ റെഡ് കളർ. റോഡമിൻ ബി എന്താണെന്ന് നോക്കാം. റോഡമിൻ ബി ഈസ് എ ഫ്ലൂറസെന്റ് ഡൈ യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്, ടെക്സ്റ്റൈൽ ആൻഡ് ലെതർ ഇൻഡസ്ട്രീസ്. അവിടെ ഒരു ഫ്ലൂറസെന്റ് ഡൈ ആയിട്ടാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലും ടെക്സ്റ്റൈലും ലെതർ ഇൻഡസ്ട്രീസിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. പ്രിലിംസ് ചോദിക്കാം വാട്ട് ഈസ് റോഡമിൻ ബി. ഓപ്ഷൻ എ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം, ഫ്ലൂറസെന്റ് ഡൈ ആണ്, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ഫ്രൂട്ട് കളറിംഗ് ഏജന്റ് നോട്ട് ഓൺലി ഇൻ കോട്ടൺ ക്യാൻഡി ബട്ട് ഓൾസോ ഇൻ സ്വീറ്റ്സ്, വേരിയസ് മഞ്ചൂരിയൻ ഐറ്റംസ് ആൻഡ് പക്കോഡാസ്. അപ്പം ഇതിനൊക്കെ കളർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ കോട്ടൺ ക്യാൻഡീസിലൊക്കെ കൂടുതലായിട്ടും സ്വീറ്റ് കളറിംഗ് ഏജൻസ് ആയിട്ട് റോഡമിൻ ബി യൂസ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ ഇപ്പൊ മഞ്ചൂരിയൻ ഐറ്റംസ്. അതുകൊണ്ടാണ് നമ്മുടെ കർണാടകയിലൊക്കെ ഇത് ബാൻ ചെയ്തത്. റോഡമിൻ ബി എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത് നോക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യും. എന്തൊക്കെയാണ് ഹെൽത്തിനെ എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കാം. റോഡമിൻ ബി ക്യാൻ കോസ് സെൽ ഡെത്ത്. പിന്നെ അതുപോലെ തന്നെ ഇൻ ലോങ് ടേം യൂസ് കുറെ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡാമേജ് ദ സെറിബെല്ലം ടിഷ്യൂ ആൻഡ് ബ്രെയിൻ സ്റ്റെം. അപ്പൊ ബ്രെയിനിനെയൊക്കെ മോശമായിട്ട് എഫക്ട് ചെയ്യും. ദർ ഈസ് റീസെന്റ് എവിഡൻസ് ദാറ്റ് ഇറ്റ് ഡാമേജസ് ദ കിഡ്നി, liver and increases the risk of stomach tumor. It is not only not it is not a food color but is toxic to the human body and is also a carcinogen. Carcinogen ക്യാൻസർ കോസിങ് ഏജൻസ് ആണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന ഒരു കെമിക്കലാണ് റോഡമിൻ ബി എന്ന് പറയുന്നത്. സോ അടുത്ത ഒരു ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ കോസസ് ഓഫ് ഫ്ലെയർ അപ്പ് ഇൻ ഈസ്റ്റ് കോങ്കോ. നമുക്കറിയാം ആഫ്രിക്കൻ റീജിയൻ ഒക്കെ നമ്മുടെ GS2വിനകത്ത് ഇന്റർനാഷണൽ റിലേഷൻസിലും വരും. അതുകൂടാതെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷം തന്നെ പ്രിലിംസിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യനോളം എനിക്ക് തോന്നുന്നു ആഫ്രിക്ക ബേസ് ചെയ്ത് കോങ്കോ, ഈ തരത്തിലുള്ള ആഫ്രിക്കൻ കൺട്രീസ് സ്പെസിഫൈ ചെയ്ത് കോങ്കോ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പൊ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ അവിടുത്തെ റിബല്യൻസിനെ പറ്റിയും ഒക്കെ ചോദ്യങ്ങൾ പ്രിലിംസിൽ ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റബിലിറ്റി ആണോ, പിന്നെ അതുപോലെ പല കാര്യങ്ങൾ കൊടുത്തിട്ട് മാച്ച് ചെയ്യാൻ, ഈ രാജ്യമായിട്ട് മാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് കോങ്കോയിലെ ഒരു ഈസ്റ്റേൺ കോങ്കോയിലെ ഒരു ഇഷ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. The article discusses the renewed clashes in the Eastern Democratic Republic of Congo, DRC എന്ന് ഷോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക്കലി ബിറ്റ്വീൻ ദ കോങ്കോളീസ് ആർമി ആൻഡ് ദ റുവാൻഡൻ-ബാക്ക്ഡ് M23 റിബൽ ഗ്രൂപ്പ്. M23 റിബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് റുവാൻഡ എന്ന് പറയുന്ന രാജ്യം ബാക്ക് ചെയ്യുന്ന ഒരു റിബൽ ഗ്രൂപ്പാണ്. അതുപോലെ അവരും കോങ്കോളീസ് ആർമി, കോങ്കോയിലെ ആർമിയും തമ്മിലാണ് ഇവിടെ ക്ലാഷസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈസ്റ്റേൺ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, DRC. ദീസ് ക്ലാഷസ് ഹാസ് എക്സാർബറേറ്റഡ്, നമുക്കറിയാം ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാകും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത്, ലീഡിങ് ടു ഡെത്ത്സ്, ഡിസ്പ്ലേസ്മെന്റ്സ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി റിസ്ക്. The US
United Nations and several Western countries have condemned the attacks and urged both countries to avoid war. അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എന്താണ് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഒക്കെ എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള വാർസിന് എതിരാണ് അല്ലെങ്കിൽ അതിനെ കണ്ടം ചെയ്താണ് അവർ സംസാരിക്കുന്നത്. എന്തിനാ ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇങ്ങനെ ഒരു വാർ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് അവർ അത് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The conflict in the DRC has deep roots in historical ethnic tensions, particularly stemming from the Rwandan genocide in 1994. അപ്പം റുവാൻഡൻ ജെനോസൈഡ് 1994 സംഭവിച്ചിരുന്നു. ഈ ട്വിറ്റ്സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. ട്വിറ്റ്സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും പിന്നെ അതുപോലെ ഹുറ്റു എന്ന് പറഞ്ഞ വേറൊരു എത്നിക് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പം ഈ ട്വിറ്റ്സു ഗ്രൂപ്പിനെ ഒക്കെ ഈ ഹുതു എന്ന് പറയുന്ന ഹുതു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ ഹുതു എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ത് ചെയ്തു, ട്വിറ്റ്സു എന്ന് പറയുന്ന എത്നിക് ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു ഈ റുവാൻഡൻ ജിനോസൈഡിലേക്ക് നയിച്ചു. അങ്ങനെ കുറെ പേര് കോങ്കോയിലേക്ക് ആ സമയത്ത് 1994 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് പലായനം ചെയ്യുകയുണ്ടായി, മൈഗ്രേറ്റ് ചെയ്യുകയുണ്ടായി. ഇറ്റ് ഹാസ് സിൻസ് ഇവോൾവ്ഡ് ഇൻ ടു എ കോംപ്ലക്സ് സൈക്കിൾ ഓഫ് വയലൻസ് ഇൻവോൾവിംഗ് വേരിയസ് റെബൽ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് M23. അങ്ങനെ ആ സമയത്ത് ട്വിറ്റ്സിയെ കുറെ ആക്രമിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ ആ ട്വിറ്റ്സി എന്ന് പറയുന്ന ആൾ ആളുകൾ ഡിഫൻസ് പരമായിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് M23 എന്ന് പറഞ്ഞാൽ. മാർച്ച് 23 ആ ഒരു ഫുൾ ഫോം എനിക്ക് തോന്നുന്നു മാർച്ച് 23 സംതിങ് ആണ്. അങ്ങനെയാണ് M23 എന്ന് പേര് വന്നത്. അതായത് ട്വിറ്റ്സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവരെ അറ്റാക്ക് ചെയ്തപ്പോൾ അവർ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സംഘടന പോലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു റിബൽ ഗ്രൂപ്പാണ്. റിബൽ ഗ്രൂപ്പാണ് M23 എന്ന് പറയുന്നത്. The recent escalation in violence has led to increased tensions between the DRC and Rwanda, with accusations and denials of support for rebel groups. അപ്പം ഇപ്പം അടുത്ത് വയലൻസ് ഉണ്ടായിരിക്കുന്നത് ഈ ഏരിയയിൽ DRCയും റുവാണ്ടയും ഒക്കെ തമ്മിൽ ടെൻഷൻസ് കൂട്ടിക്കൊണ്ടുവരികയാണ്. There are concerns that conflict could further escalate regional tensions and involve more countries. കൂടുതൽ കൺട്രീസിലേക്കൊക്കെ പകരുക, അവരൊക്കെ ഇതിനകത്തേക്ക് ജോയിൻ ആവുമോ എന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇനി വരാൻ പോകുന്ന കൺസേൺസ് എന്നൊക്കെ പറഞ്ഞാൽ. അഡീഷണലി ദ സിറ്റുവേഷൻ ഇൻ DRC റിസ്ക് ബീങ് ഓവർലുക്ഡ് അമിഡ് ഗ്ലോബൽ അറ്റൻഷൻ ഓൺ അതർ കോൺഫ്ലിക്ട്സ് സച്ച് ആസ് ദ വാർ ഇൻ ഗാസ ആൻഡ് റഷ്യസ് ഇൻവേഷൻ ഓഫ് ഉക്രൈൻ. അപ്പൊ നമുക്ക് അറിയാം റഷ്യൻ ഇൻവേഷനെ കുറിച്ചൊക്കെ നമുക്കറിയാം, റഷ്യൻ ഇൻവേഷൻ ഓഫ് ഉക്രൈൻ. അപ്പൊ അതൊക്കെ ആയിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്. അങ്ങനെ ഒരു ഗ്ലോബൽ അറ്റൻഷൻ നേടിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗാസ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയായിരുന്നു മെയിൻ ആർട്ടിക്കിൾസ്. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.